ഇത് ഇവിടെ അലക്കിട്ടെ. ഇതെന്താ? ഇത് കണ്ടാണോ ഡ്രസ്സ്? ഇത്ര നാൾ ഇവിടെ തുണി അലക്കലൊന്നും ഇല്ലായിരുന്നോ? എടി അല്ലെങ്കിൽ തന്നെ ഇവിടെ 2 ദിവസം കൂടുമ്പോഴാ തുണി അലക്കുന്നേ. ഞാൻ എന്താ ഇവിടുത്തെ ജോലിക്കാരിയോ? ആഹാ കൊള്ളാലോ, ഇവിടുത്തെ ചോറ് തന്നിട്ട് ഇങ്ങോട്ട് നോക്കി കുറയ്ക്കുന്നോടി. പിന്നെ അല്ലാതെ ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ കുറെ പാത്രം കഴുകലും തുണി അലക്കലും. ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെയാ വളർന്നെന്ന് അറിയോ നിങ്ങക്ക്? അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. അത്ര വലിയ സ്ഥിതിയിലാണെങ്കിലേ എന്തിനു കാര്യം പൊട്ടിച്ച് ഇങ്ങോട്ട് പോന്നേ? ചോരത്തലപ്പിലേ വീട്ടുകാരൻ പറ്റിച്ച് ഇങ്ങോട്ട് ചാടി വന്നപ്പോ ഓർക്കണമായിരുന്നു. നിങ്ങളുടെ മൂന്നൊന്നും ധൈര്യത്തില ഞാൻ. അപ്പ അനുഭവിച്ചോടി. എട്ടുമുട്ടും തിരാത്ത എന്റെ മോനെ കയ്യും കാലും കാണിച്ച് നീ വശത്താക്കിയതല്ലേ എന്ന് പ്രസംഗിക്കുന്ന. എന്നിട്ട് നല്ല കുടുംബം നീ സ്ത്രീധനം വാങ്ങിച്ച് കെട്ടിയിരുന്നെങ്കിൽ എന്റെ മോനെങ്കിലും ഉപകാരപ്പെട്ടേനെ. ദേ ഇവിടെ ജീവിക്കണമെങ്കിലേ വല്ല പണിയെടുത്താലേ തിന്നാൻ പറ്റുള്ളൂ. നീ എന്നെ ഇവിടെ വേലക്കാരായിട്ടാണോ കെട്ടിക്കൊണ്ടുവന്ന സുധി? എനിക്ക് ഇവിടുത്തെ പണിയെടുത്ത് മടുത്തു. നിനക്കറിയണതല്ലേ, ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് നിന്റെയും അമ്മയുടെയും എന്റെ തുണി അലക്കുന്നതും ഇവിടെ എല്ലാരും കഴിച്ച പാത്രം കഴുകുന്നതും ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നതും എല്ലാം ഞാൻ തന്നെയാ. ഞാൻ വന്നേ പിന്നെ നിന്റെ അമ്മ ഒരു ചൂലെടുത്ത് ഇവിടെ അടിച്ചു വരുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് എന്താ അമ്മ കഴിച്ച പാത്രം കഴുകിയാല് അല്ലെങ്കിൽ അമ്മയുടെ തുണി നനച്ചാല് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തും. അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് എന്നെ എന്തെല്ലാം മോശം പറഞ്ഞെന്നറിയാമോ? നീ അതൊന്നും കാര്യാക്കണ്ട. അത് അമ്മയല്ലേ, അമ്മ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പിന്നെ നിനക്ക് ഇവിടുത്തെ ജോലി ചെയ്ത് എന്താ പ്രശ്നം? ഒരു കുടുംബാകുമ്പോ എല്ലാരും അങ്ങനെയൊക്കെ അല്ലേ. ഒന്നേ നീ വീട്ടിലെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം. ഇത് രണ്ടും ചെയ്യാത്ത നിന്നെ പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റും അമ്മേ? എടി നീ ഒന്ന് റിലാക്സ് ചെയ്യ്. എനിക്കൊരു നല്ലൊരു ജോലി ഉടനെ സെറ്റ് ആവും. ഹലോ ആര്യ, നിനക്ക് സുഖമല്ലേ? നീ പോയ പിന്നെ ഒന്ന് വിളിച്ചത് കൂടിയില്ലല്ലോ. വിളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നടാ. നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നേ? എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ല. നീ എന്താ വിളിച്ചേ? നീ എന്താ ഈ കാണിക്കുന്നേ? നീ കോളേജിലൊന്നും വരുന്നില്ലേ? ഇവിടെ സെമിനാർ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞു. നീ എക്സാം എഴുതുന്നില്ലേ? എനിക്ക് ഫീസിന്റെ കാര്യമൊന്നും ശരിയായിട്ടില്ലടി. സുധിക്കാണെങ്കിൽ ഇപ്പൊ ജോലിയില്ല. നിനക്ക് ആ സുധീഷിനെ ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ. നിന്റെ വീട്ടുകാര് പറഞ്ഞിട്ട് പോലും നിനക്ക് അവനെ മതിയായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ ഭാവി തന്നെ നശിച്ചില്ലേ? പിന്നെ അങ്കിളും ആന്റിയും വന്നിരുന്നു. എന്നിട്ട് അവരെന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ? അച്ഛനമ്മയൊക്കെ സുഖമായിട്ടിരിക്കണോ? ആടാ, ആന്റി ഒത്തിരി കരഞ്ഞു. പിന്നെ അങ്കിളിനും ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എന്താ മോളെ, വക്കീൽ പരീക്ഷയുടെ കാര്യമാണോ? ഹലോ. ആമാ, ഫീസ് അടയ്ക്കാൻ സമയമായി. അവൻ എത്രയെന്ന് വെച്ചാ ഇതൊക്കെ ചെയ്യുന്നേ? ഈ പഠിത്തമെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടെ ഇനി എന്തിനാ? ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ കാണൂല. സുധി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്റെ LLB കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. പെട്ടെന്നൊന്നും അല്ലല്ലോ, ഞാൻ നേരത്തെ പറയുന്നതല്ലേ. പിന്നെ ഇപ്പൊ ഏത് ജോലി നോക്കുന്നെങ്കിലും ഒരു ബേസിക് ഡിഗ്രി എങ്കിലും ഇല്ലാതെ എങ്ങനാ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നീ പഠിച്ച കോളേജിൽ ഒരുപാട് ഫീസ് ആവൂലേ? അതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയേ കൂടൂല. നീ ആ ബ്രേസ്ലെറ്റിങ് എടുത്ത് തന്നാ മതി. അത് പണയം വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചോളാം. അല്ല, അതിപ്പം പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റൂല. അതെന്താ? ഈ മാസം എടുത്ത് തരാന്നിട്ടല്ലേ നീ കൊണ്ടുപോയേ? അത് പക്ഷെ അത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും ആകെ അത് മാത്രമായിട്ടുണ്ടോ വന്നത്. എനിക്ക് എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് വാങ്ങി തന്നതാ. അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഊരിട്ടില്ല. ബാക്കിയുണ്ടായിരുന്ന മാലയും കമ്മലും എല്ലാം വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അതിങ്ങെടുത്ത് താ സുധി. എടി, അത് ഞാൻ ഒരു അത്യാവശ്യം വന്നപ്പം എടുത്ത് വിറ്റു. ഞാൻ നിനക്ക് വേറെ മേടിച്ചുതരാം. എടി നീ കരയേണ്ട, നിനക്ക് ഞാൻ വേറെ മേടിച്ചുതരാം. ഒന്നുമില്ലെങ്കിൽ അത് എനിക്കിവിടെ അവകാശപ്പെട്ടതല്ലേ. പിന്നെ ഞാൻ കല്യാണം കഴിച്ചപ്പോഴും നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിട്ടും പിന്നെ ഞാൻ പൊന്നുപോലും ഇവിടെ നോക്കുന്നു, ഒരു രൂപ മേടിക്കാതെ. നീ കണക്ക് പറയാണോ? എടി ഞാൻ കണക്കൊന്നും പറഞ്ഞതല്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല സ്ത്രീധനവും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് തന്നെയാണ് കിട്ടിയത്. അതൊക്കെ വച്ചിട്ട് തന്നെയാണ് അവർ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കിയത്. ഓഹോ, നീ ഇപ്പൊ എന്നെ കുത്തി പറയുവാണല്ലേ? നിനക്കിപ്പോ ഞാൻ ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ? നീ എഴുതപ്പുറം വായിക്കാതിരിക്കേ. പിന്നെ എന്താ നീ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം? എടി, എനിക്കിപ്പോൾ ആവശ്യത്തിലധികം കടമുണ്ട്. എനിക്കിനി അതിൻ്റെ മുകളിൽ വാങ്ങിച്ചു കൂട്ടാൻ എനിക്കിനി വയ്യ. അതിന് എങ്ങനെ അടയ്ക്കണമെന്ന് പോലും എനിക്കറിയില്ല.
നിനക്ക് പഠിക്കണമെങ്കിൽ നിന്റെ ചെലവിനും നീ സ്വന്തമായിട്ട് കണ്ടെത്തിക്കും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അരെ നീ എവിടേക്കാ? എടി നിന്റെ അടുത്ത് ചോദിച്ചാൽ നീ എങ്ങോട്ടാന്ന്? ഞാൻ പുറത്തോട്ട് പോവാ, എനിക്കൊരാളെ കാണാനുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. നിങ്ങൾക്ക് രണ്ടാക്കും മൂക്കുമുട്ട തിന്നാനുള്ളത് ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പണിയും തീർത്തിട്ടുണ്ട്. ഞാനിവിടെ ശമ്പളമില്ലാത്ത ജോലിക്കാരിയാണല്ലോ. ഒച്ചയിടണ്ട. നിന്റെ അമ്മ പറഞ്ഞത് നീ കേട്ടതല്ലേ? എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വില മനസ്സിലാവുന്നത്. അവരെന്നെ പൊന്നു പോലെയാ നോക്കിയിരുന്നത്. അങ്ങനെ ഇറങ്ങി പോടി നിന്റെ വീട്ടില്. അവളൊരു അച്ഛനമ്മയും. ലോകത്ത് വേറെ ആർക്കും ഇല്ല അച്ഛനമ്മയും. ലോകത്ത് പലർക്കും ഉണ്ടാകും അച്ഛനമ്മയും. പക്ഷെ എനിക്ക് അച്ഛനും അമ്മയായിട്ടെ അവര് മാത്രമേ ഉള്ളൂ. അവരെ വേദനിപ്പിച്ച് നിന്റെ കൂടെ ഇറങ്ങി അങ്ങനെ ശിക്ഷയാ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. നീ പറഞ്ഞിട്ട് നിന്നെ ഇവിടെ എല്ലാവരും കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന പോലാണല്ലോ. സുധി, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. സ്വന്തം വീടും വീട്ടുകാരെയും പഠിപ്പും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിൽ വന്ന് പെട്ടുപോയാൽ എന്റെ സ്ഥാനത്ത് നിന്നാലേ നിനക്കത് മനസ്സിലാവുള്ളൂ. സ്വന്തം ഭാര്യയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചതാണെങ്കിൽ നിനക്ക് ഇന്ന് വരെ പറ്റിയിട്ടുണ്ടോടാ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്റെ ചേച്ചി ഇട്ട് പഴകിയ ഡ്രസ്സ് എനിക്ക് ഇന്ന് തരേണ്ടി വരില്ലായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. നിന്റെ കൂടെ നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് ഇറങ്ങി വന്നതാ ഞാൻ. അതിന് ഇനി എനിക്കൊരു ജോലി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ അത് അന്വേഷിച്ച് പോവാ. എടാ ഒക്കെ എന്ത് പറ്റി? അമ്മ അവള് പ്രഗ്നന്റ് ആണ്. പക്ഷെ നിനക്കെന്താ ഇത്ര ടെൻഷൻ? അമ്മ അത് ട്യൂബിലാണ്. അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇല്ലെങ്കിൽ അവള് ജീവൻ വരെ അപകടത്തിലോ. പക്ഷെ അതിന് കുറച്ച് പൈസ ചിലവാകും. എത്ര രൂപ വേണ്ടി വരും? അത് കൃത്യമായിട്ട് അറിയില്ല. മിനിമം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലെങ്കിലും വേണ്ടി വരും. ഡോക്ടർ പറഞ്ഞ് ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്നാ. പിന്നെ ഞാൻ കുറച്ച് പൈസ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാനിങ്ങ് വന്ന. കുറച്ച് ദിവസം എന്തായാലും അഡ്മിറ്റ് ആവേണ്ടി വരും. പിന്നെ അവള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിൽക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ ഇത്രയ്ക്ക് ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടിയില്ല അമ്മ. എങ്ങനെയാ വിൽക്കുന്നത്? നീ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അവള് വെറും കൈ വീശി വന്നവളല്ലേ. അവളെ വീട്ടിലോട്ട് പറഞ്ഞു വിട്. എന്നിട്ട് കുറച്ച് സ്വർണ്ണവും പണം കൊണ്ടുവരാൻ പറ. ചിലപ്പോ ഈ പേര് പറഞ്ഞ് ചിലപ്പോ കൂടുതൽ കിട്ടും. അമ്മ അത് മോശമല്ലേ അമ്മേ? എന്തോന്ന് മോശമാടാ? അവക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ അവരുണ്ടാക്കുന്നത്. നീ അവളെ പറഞ്ഞു വിട്. എന്തായി സുധി, അമ്മയോട് ചോദിച്ചോ? അമ്മയുടെ എവിടെ നിന്ന് അത്രയും പൈസ? വണ്ടി ആ വണ്ടി വിറ്റാൽ അത്രയും പൈസ ഒന്നും കിട്ടത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കും. എന്താ? നീ നിന്റെ വീട്ടിലേക്ക് പോകും. നീ നിന്റെ വീട്ടിലേക്ക് പോയി കുറച്ച് പൈസ ചോദിക്കും. അവർക്ക് എന്തായാലും നിന്നോട്ടുള്ള ദേഷ്യമൊക്കെ ഇപ്പോൾ ഒതുങ്ങി കാണും. നിന്റെ അച്ഛന് മുമ്പിൽ നീ ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ എന്തായാലും പൈസ തരാതിരിക്കില്ല. പിന്നെ ചോദിക്കുമ്പോൾ നീ കുറച്ച് കൂടുതൽ മേടിച്ചു. നിന്റെ ഓപ്പറേഷനും നടക്കും. നമുക്ക് എന്തെങ്കിലും ബിസിനസ്സും തുടങ്ങാമല്ലോ. നിനക്ക് നാളെ എന്റെ വീട്ടിൽ നീ എന്നെ എങ്ങനെയാണ് വിളിച്ചിറക്കൊണ്ടുവന്നെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ എന്തിനാ കാണിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടാൻ ചിലതൊക്കെ മറക്കേണ്ടി വരും. എന്ന് വെച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ അവിടെ പോയി നാളെ കിടണോ? എനിക്ക് വേണ്ടി നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി നീ പോയാൽ മതി. ഡോക്ടർ എന്താ പറഞ്ഞത് നീ കേട്ടതല്ലേ? ഓ, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാതെ എന്റെ ജീവൻ പോയാലും നിനക്കൊരു പ്രശ്നമില്ലാന്ന് അല്ലേ? നീ എന്തിനാണ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്? നീ പറഞ്ഞതിന്റെ അർത്ഥം അതായതുകൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്റെ വണ്ടി വെക്കാൻ. അപ്പൊ നിനക്ക് അത് പറ്റൂല? എന്നെക്കാളും നല്ലതാണ് നിനക്ക് ആ വണ്ടി. നിന്റെ വീട്ടിൽ പൈസ ഉള്ളപ്പോ ഞാൻ എന്തിനാണ് എന്റെ വണ്ടി വിൽക്കുന്നത്? നിന്റെ ഈഗോ മാറ്റി വെച്ച് നിന്റെ വീട്ടിൽ പോയി നീ പൈസ ചോദിക്കണം. അല്ലാതെ നിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ അവർ എനിക്ക് വേണ്ടി ഒന്നും തന്നിട്ടില്ല. പിന്നെ നിന്നെ കൊണ്ട് എനിക്ക് എന്താണ് ഉപകാരം? സ്വന്തം ജീവൻ വേണമെങ്കിൽ പോയി പൈസ ചോദിക്കും. ഇല്ലെങ്കിൽ നീ ചാവടി. ഒന്നും പറയണ്ട. അച്ഛനുണ്ടടാ കൂടെ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഭാഗ്യം വലുതായൊന്നും പറ്റിയില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് പേടിയാവുന്ന വെച്ചാൽ സുധി ഞാൻ വിചാരിച്ച പോലത്തെ ഒരാളല്ലായിരുന്നു. എൻ്റെ പഠിത്തവും പോയി,
എനിക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ലായിരുന്നു. എല്ലാം കൈവിട്ട് പോയെന്ന് തോന്നിയപ്പോൾ ഞാൻ മോളെ, ഒരു പ്രണയം പരാജയപ്പെട്ടെന്ന് കരുതി തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നിനക്കൊരു തെറ്റ് പറ്റി, അത് നീ മനസ്സിലാക്കി. അവിടെയാണ് നിന്റെ ജയം. നീ തോറ്റ് കാണിക്കരുത്, ജയിച്ച് കാണിക്കണം. വേദന ഉണ്ടോ മോളെ? അധികം സ്ട്രെയിൻ എടുക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞാൽ മോള് പഴയതുപോലെ തിരിച്ചു വരും. എല്ലാം ശരിയാവോടാ. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നിനക്ക് കോളേജിൽ പഠിക്കാൻ പോവാമല്ലോ. ഇപ്പോൾ ഉറങ്ങിക്കോ. മോള് കിടന്നോ, ഒന്ന് ഉറങ്ങി എണീക്ക്. ആരെയും ഇതിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സുധീന്ദ്രനെ എങ്ങോട്ട് വന്നത്? എടി, അന്ന് നടന്ന കാര്യത്തിനൊക്കെ സോറി ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തു കൂട്ടിയത്. പക്ഷെ നീ പോയപ്പം എനിക്കൊരു മനസമാധാനമില്ല. എനിക്കിപ്പം ഒരു ചെറിയൊരു ജോലിയുണ്ട്. നീ എൻ്റെ കൂടെ വരും, നമുക്ക് ഒന്നേം തുടങ്ങാം. സുധി, ഒരു വട്ടം കൂടി തെറ്റാവർത്തിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നിന്റെ വീട്ടിൽ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത്. ഇപ്പൊ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കിനി ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വക്കീൽ കോട്ട് ഇടുക എന്നുള്ളത്. മറ്റൊരാളുടെ തണലിൽ കഴിയുന്നതിനേക്കാളേ സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് അഭിമാനം ഞാൻ പഠിച്ചു. ഇനി എന്റെ വഴി വേറെയാണ്. നിന്നെ ഇനി കാണാൻ എനിക്ക് താല്പര്യമില്ല. ദയവ് ചെയ്ത് എന്റെ മുമ്പിൽ വരരുത്.